തെരഞ്ഞെടുപ്പാണ് വോട്ട് ചെയ്തു. എൻ്റെ കൊവ്വൂല് സ്കൂള് 6-ാം വാർഡിൽ നിന്ന് വോട്ട് ചെയ്ത്. ഇതെൻ്റെ വീട്, ഇത് സ്കൂള്. കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന 18 വയസ്സ് മുതൽ അന്ന് വരെ ഇവരെ കൃത്യമായിട്ട് വോട്ട് ചെയ്യും. ഒരു സിനിമാ ലൊക്കേഷൻ നിന്നാണ് വരുന്നത്. കുറേ ദിവസം രാത്രിയെല്ലാം ഉറക്കൊഴിഞ്ഞ് ഇന്ന് എത്തി. അപ്പം ലോകത്ത് എവിടെയുണ്ടെങ്കിലും മലയാളികൾ ബാക്കിയാരും നമുക്കറിയില്ലോ, അവർ വോട്ട് ചെയ്യും. കളിയാട്ടമാണെങ്കിലും വോട്ടാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഉത്സവമാണ്. അപ്പോൾ അവർ അടിപൊളിയാണ്. അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. അത് നാടിൻ്റെ വികസനം ആരാണോ ചെയ്യുന്നത് അവർക്കാണ് വോട്ട്. അത് അതിലൊരു മാറ്റമില്ല. നാടിന് തൊഴിലില്ലായ്മ ഉണ്ടാവണം, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ രൂക്ഷമാവുന്ന കാലത്ത് ഇപ്പം മാറി വരുന്നുണ്ട്. എല്ലാവർക്കും തൊഴിലുണ്ടാവണം. യുവാക്കളൊക്കെ നല്ല തൊഴിൽ സ്ഥാപനം ഉണ്ടാക്കാനല്ലേ, അവർക്ക് തന്നെ പുതിയ എംപ്ലോയ്മെൻറ്റിലൊക്കെ പല ഫണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്ന രീതിയിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്, രംഗത്ത് വരുന്നുണ്ട്. തൊഴിലില്ലായ്മ ഉണ്ടാവണം. എപ്പോഴും തൊഴിലില്ലായ്മ ഉണ്ടാവണമെന്നല്ല, തൊഴിലില്ലായ്മ ഉണ്ടാവാൻ പാടില്ല, തൊഴിലുണ്ടാവണം. തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന കാലത്ത് തൊഴിലുണ്ടാവണം. പിന്നെ വികസനത്തിനാണ് വോട്ട്. നാട് എൻ്റെ വികസനം, റോഡ് മാത്രമല്ല, കുടിവെള്ളം ഇല്ലാത്ത പല സ്ഥലങ്ങൾ അതൊക്കെ ഉണ്ടാവണം. റോഡൊക്കെ അടിപൊളിയാണ്. അല്ലെങ്കിൽ ചെറിയ റോഡുകളും വലിയ റോഡുകളും NH എല്ലാം ഗംഭീരമാണ്. അതുപോലെ നാടിൻ്റെ ചില സ്ഥലങ്ങളിൽ കുടിവെള്ള രൂക്ഷമാവുന്ന സ്ഥലമുണ്ട്, ഉപ്പുവെള്ളമില്ലേണ്ട സ്ഥലമുണ്ട്. അതൊക്കെ അവർക്ക് ഏറ്റവും പ്രധാനമാണ്. റോഡിനേക്കാൾ ഉപരി അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയപ്പോൾ മനസ്സിലാവുന്നത്, പല നാട്ടിലും ഏടാന്നില്ല പറയുന്നില്ല, പല നാട്ടിലും സഞ്ചരിക്കുന്ന ഒരു കലാകാരനായിട്ടോ പറയുന്നത്, പല നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു ദിവസം ഇങ്ങനെ വരാൻ കഴിഞ്ഞും വോട്ട് ചെയ്യാൻ വരുന്നു. ഞാൻ ഒരു മനസ്സിൽ കണ്ട ഒരാളുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്, കൃത്യമായ പൊളിറ്റിക്സ് എനിക്ക് ഉണ്ട്. എൻ്റെ യാത്രകളെ ഒരു കലാകാരനെ അത് പല രീതിയിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലതായിട്ടാണ് നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും നല്ല തന്നെയാണ്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല തന്നെയാണ് എൻ്റെ യാത്രയിൽ, ഒരു കലാകാരൻ്റെ യാത്രയിൽ കേരളത്തിലെ പല നാട്ടിൽ പോകുമ്പോൾ മനസ്സിലാവുന്നത്. നല്ല രീതിയിൽ ഉണ്ടാവട്ടെ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറയുന്നത്. നാടിൻ്റെ വികസനത്തിനാണ് വോട്ട്, അതിന് സംശയമില്ല. നിങ്ങൾ പഠിച്ച സ്കൂളാണത്? അത് ഞാൻ പഠിച്ച സ്കൂളാണ്. 1 മുതൽ 7 വരെ ഇവിടെ പഠിച്ചത്, അവിടെ തന്നെയാണ് വോട്ട്. പിന്നെ പുട്ടമത്ത് ഗവൺമെന്റ് സ്കൂളാണ് പഠിച്ചത്. പഠിച്ച സ്കൂളിലൊക്കെ ഇപ്പൊ നിങ്ങളൊരു നടനായിട്ട് പറഞ്ഞു. അത് വരുന്നത്. അതെ അതെ, പഠിച്ച കാലവും ഇപ്പോഴത്തെ കാലവും കൂടി വ്യത്യാസം അങ്ങനെ രണ്ടും രണ്ട് കാലമാണ്. കാരണം പണ്ട് എൻ്റെ അമ്മമ്മ ഒരു ആരാ സ്ഥാനാർത്ഥിയൊന്നും അറിയില്ല എൻ്റെ അമ്മമ്മക്ക്. അപ്പം ഒരു ചിഹ്നം ഉണ്ടാവും, ആ ചിഹ്നം നോക്കിയിട്ടാണ് പോലെ. അപ്പം ഓപ്പൺ വോട്ട് ചെയ്യേണ്ട സമയമെല്ലാം ഉണ്ടാവും ആ വയസ്സായിട്ട്, പക്ഷെ ഓപ്പൺ വോട്ട് ചെയ്യാൻ പറ്റില്ല. അമ്മക്ക് അറിയും ആ ചിഹ്നം ഞാൻ കാണുന്നുണ്ടല്ലോ, അതായത് വേറെ ചിഹ്നം നോക്കൂല, അതിൻ്റെ അർത്ഥം അതാണ് ആ കാലം. ഈ കാലം അങ്ങനെയൊന്നുമല്ല. ഈ കാലം എന്ന് പറയുന്നത് പുതിയ കാലത്ത് പുതിയ വെള്ളന്മാർ. എൻ്റെ വീട്ടിൽ ഞാനൊരു ചക്കനുണ്ട്, ഓട് വെച്ചു നീ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് പറയുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ ആർക്കാന്ന് അറിയാം അച്ഛാ, അത് അച്ഛൻ പറയണ്ട, കറക്റ്റാ, ഒരാൾ സ്വാതന്ത്ര്യമാണ് അവർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവനറിയാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. പണ്ട് അമ്മമ്മ നമ്മളെ പഠിപ്പിച്ചെന്നാണ്, ഇതാണ് നമ്മൾ ഓർമ്മയിൽ. അതേ എന്ന് പറഞ്ഞ് അമ്മമ്മേരെ കൂടെ നടക്കുന്ന ഒരു അല്ല, അമ്മമ്മ പഠിപ്പിച്ചു തന്ന അത് മോശമല്ലല്ലോ, അത് നല്ലതാ. അതെ, അമ്മമ്മ പഠിപ്പിച്ചു തന്നത് ഞാൻ കാലം മാറുമ്പോൾ ചിലപ്പോൾ നമ്മളെ മാറ്റം ഉണ്ടാവണം തോന്നലുണ്ട്. മാറ്റം ഉണ്ടാ തോന്നിയിട്ട മാറ്റം ഉണ്ടാവണം തോന്നണ്ടേ. ഈ ആളും ആരവും ബഹളമൊക്കെ കാണുമ്പേ സ്ഥാനാർത്ഥിയായി കൊള്ളാൻ തോന്നുന്നുണ്ടോ ഇപ്പോ? അങ്ങനെ അതെ, സിനിമ 100 സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് അത് ഇതിനോട് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ താല്പര്യമില്ല, അതിന് ഒരു കാര്യമില്ല. രാഷ്ട്രീയം പൊതുജനങ്ങൾക്ക് ഇറങ്ങുന്ന ഒരു സംഭവമാണ്. അവൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നതാണ്, അല്ലെങ്കിൽ ഏതാ വിഷയം അറിയുന്നതാണ്. അവനെ കുറിച്ച് അവൻ്റെ നാടും മണ്ണും മനസ്സും എല്ലാം അറിഞ്ഞവനാണ് പൊതുപ്രവർത്തകൻ. ആ ഒരു പൊതുപ്രവർത്തകനാവുക എന്ന് പറയുന്നത് ഒരു അവനാവണമെന്നില്ല, അത് കലാകാരനാണ്. പൊതുപ്രവർത്തകൻ വലിയ പണിയില്ല പരിപാടി തന്നെയാണ്. അത് അങ്ങനെ അത് ഏത് സിനിമാക്കാരെ ഞാൻ പറയുന്നില്ല. സിനിമാക്കാർ എല്ലാ പക്ഷത്തും സിനിമാക്കാർ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുണ്ട്, അത് എനിക്ക് അതിനോട് വലിയ കാര്യം തോന്നില്ല. അപ്പോൾ പൊതുപ്രവർത്തകർ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്, ഇഷ്ടംപോലെ വീണ് മരിച്ചവരുണ്ട്, ഒരുപക്ഷെ മാറ്റി നിർത്തപ്പെട്ടവരുണ്ട്. മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. ജീവിതത്തിൽ അവരെ ഞാൻ ഒരു സ്ഥാനത്ത് കാണാത്തവരുണ്ട്. ഇതിനു വേണ്ടിയിട്ട് പോരാടി ജീവിച്ചവരുണ്ട് പല പാർട്ടിയിലും. ഏത് പാർട്ടിയെന്ന് പറയുന്നില്ല. ആ മാറ്റി നിർത്തപ്പെട്ടവർ അവരിന്നും ഞാൻ കാണുന്നുണ്ട്. അവരിന്നും ആ പ്രസ്ഥാനത്തെ തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്, മാറാതെ.
എന്നും കൂടെ നിൽക്കുന്നവർ, ചേർത്ത് പിടിക്കുന്നവർ. കലാകാരനാണ്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന്റെ സാഹചര്യം ഉണ്ടോ? അപ്പോൾ അല്ല, കലാകാരനാണ്, ഭരണമാറ്റത്തിന് സാധ്യതയില്ല എന്നാണ്, തുറന്നു പോകുന്ന തന്നെയാണ് നല്ലത്. അതെ, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.